Good afternoon all. Good afternoon. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? എവിടെ വരെയാ നിർത്തിയത്? അതായത് ഇന്റഗ്രേറ്റ് യുവർ വർക്ക് അല്ലെ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ? ഇന്റഗ്രേറ്റ് യുവർ വർക്ക് ഓർഡേഴ്സ് ആൻഡ് പവർ പ്ലാൻ കംപ്ലീറ്റഡ് ആയിട്ടില്ല. നമ്മള് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. സെക്കൻഡ് ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് അല്ലെ 6th കാര്യമാണ്. നമ്മൾ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമെങ്കിലുള്ള 6th കാര്യമാണ് ഇന്റഗ്രേറ്റ് യുവർ വർക്ക് ഓർഡർ ആൻഡ് ഫ്ലോർ പ്ലാൻസ്. സോ അതില് എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. വീണ്ടും എന്താണ് കുറച്ച് കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെ നന്നായിട്ട് കൈകാര്യം ചെയ്താലുണ്ടാവുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചും കൂടി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. Correcting your floor plan and work orders give technicians easy access to equipment history, including both the corrective and the preventive work orders. നമുക്കറിയാം അവിടെ ടെക്നീഷ്യന്മാർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ അല്ലെ നമ്മുടെ CMMS ഒക്കെ വഴി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ വർക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഹിസ്റ്ററി അടക്കം നമുക്ക് കൈകാര്യം ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു. സോ പ്രിവെന്റീവ് ആയിട്ടുള്ള മുൻകരുതൽ കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Managers can also view who completed the work and their comments. Okay, നമുക്കറിയാം മാനേജേഴ്സിനാണെങ്കിൽ ഒറ്റ നടത്തി തന്നെ നമുക്കത് അല്ലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഏതൊക്കെ ടെക്നീഷ്യന്മാർ ഏതൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ്സിലൊക്കെ ഇരിക്കുന്നുണ്ടോ, കംപ്ലീറ്റഡ് ആയിട്ടുള്ള വർക്കാണോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. And other advantages of a mobile work order system includes മറ്റ് അഡ്വാൻറ്റേജസ് നോക്കിയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വൺ പറയുന്നത് കളക്ടിങ് വർക്ക് റിലേറ്റഡ് ഡാറ്റ ഇലക്ട്രിക്കലി ഇൻ ദ ഫീൽഡ് അല്ലെ. അവിടെ നമുക്കറിയാം ഫീൽഡിലുള്ള ഡാറ്റാസുകൾ ഇപ്പൊ എങ്ങനെയാണ് വർക്കിംഗ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ്സ് ആവശ്യകതകളുണ്ടോ എന്നൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. Then eliminating errors from creating handwritten notes on paper work orders. Okay, നമുക്കറിയാം എന്തെങ്കിലും ഹാൻഡ് ആയിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അല്ലെ എന്തെങ്കിലും എറേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ ഒഴിവാക്കി കളയാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. നമുക്ക് അപ് ടു ഡേറ്റ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ കുറച്ച് കഴിഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ ഫിനിഷ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു. Gather accurate data readings by restricting the type of input and the range of values for each question or include your quick list of response. Okay, so ഓരോന്നും അല്ലെ നമുക്കറിയാം പലതരത്തിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഓരോന്നിനെയും അല്ലെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് കൃത്യതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ അല്ലെ അവിടെ വേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിബന്ധനകൾ ഉൾപ്പെടുത്തി കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നു. Then range of values each questions അല്ലെ ഓരോന്നിന്റെയും വാല്യൂ അനുസരിച്ച് നമുക്കറിയാം ഇത്ര ചിലപ്പോ അല്ലെ മാനേജേഴ്സ് തന്നെ ഇത് ഏത് സമയത്ത് തീർക്കും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് ടെക്നീഷ്യന്മാരും അല്ലെ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ടീമും കാര്യങ്ങളൊക്കെ അവർ പറയും ഇത്ര ടൈമിനുള്ള തീർക്കും, ഇത്രയായിരിക്കും ഇതിന്റെ എക്സ്പെൻസ് അല്ലെ. അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അവരുടെ ഡാറ്റാസുകൾ അനുസരിച്ചിട്ട് താരതമ്യം ചെയ്തിട്ട് അത് ഓക്കെ ആയിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ കൃത്യതയോട് കൂടിയിട്ട് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. include your quick list response അല്ലെ എവിടെ കൃത്യമായിട്ട് തന്നെ പ്രതികരിക്കാൻ ഇൻ കേസ് അതിനനുസരിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട്
നമുക്ക് ആ ഒറ്റ വ്യൂ പോയിന്റിൽ തന്നെ അത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലെ, അപ്ഡേഷൻസ് മനസ്സിലാക്കുമ്പോൾ തന്നെ റേറ്റും ആ ടൈമും എല്ലാം തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എടുക്കാനായിട്ട് സാധിക്കും. പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ അല്ലെ കുറെ എന്തുകൊണ്ട് അത് ചെയ്തില്ല, എന്തുകൊണ്ട് ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഇത്രയും ഫിനാൻസ് കൊണ്ട് എന്തത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല അല്ലെ, എല്ലാം തന്നെ ക്വസ്റ്റ്യനോട് കൂടി ചോദിക്കാനും റെസ്പോൺസുകളെയൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു അല്ലെ. അപ്പൊ പലതരത്തിലുള്ള കാര്യങ്ങളും ഇതുകൊണ്ട് സാധ്യമാകുന്നുണ്ട്. Then with the age of digitalization comes an advanced ability to monitor and improve your maintenance program. When this increase your hospital facility reliability and OEE, then to implement a more proactive method. നമുക്കറിയാം ഓവറോൾ ആയിട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ആക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രയാക്റ്റീവ് ആയിട്ടുള്ള നിന്ന് സജീവമായിട്ടുള്ള രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലിന്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ എക്യുപ്മെന്റ്സും എല്ലാം തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യാൻ അല്ലെ, നിരീക്ഷണം നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധ്യമാണ്. അപ്പൊ മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള ബ്രേക്കിനും സാധ്യതകൾ വരുന്നില്ല. എന്തെങ്കിലും അല്ലെ ഒരു എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവാൻ എക്യുപ്മെന്റ്സിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വിശ്വസ്തതാപൂർവ്വം തന്നെ ഓവറോൾ ആയിട്ട് അല്ലെ നല്ല വർക്കിംഗ് കണ്ടീഷനോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഇടയ്ക്കിടയ്ക്ക് മാനേജ്മെന്റിന് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന അധികാരികൾക്ക് അത് കൃത്യമായിട്ട് തന്നെ ചോദ്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാനും അതനുസരിച്ചുള്ള ടെക്നീഷ്യന്മാരുടെ മറുപടികളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. സോ ഒരിക്കലും യാതൊരു തടസ്സമില്ലാതെ തന്നെ റിലയബിളോട് കൂടി അല്ലെ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ CMMS കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള നേട്ടമുണ്ട് ഇല്ലേ? ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് നേട്ടമില്ലേ? ഉണ്ടോ? ഉണ്ടാവോ? ശരിയല്ലേ? എക്യുപ്മെന്റ്സ് സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അപ്ഡേഷൻസ് ഒക്കെ അല്ലെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ടെക്നീഷ്യന്മാർക്കും ഏത് സമയത്താണെന്ന് കൈകാര്യം ചെയ്ത് നോക്കാം. മാനേജ്മെന്റിനാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വർക്കിംഗ് പ്രോഗ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ഇതൊരു ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ആയതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് അല്ലെ. നമുക്ക് കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. അവിടെ നല്ല രീതിയിലുള്ള ടെക്നീഷ്യന്മാരാണോ എന്നൊക്കെ പല രീതിയിലുള്ള ഇതുകളൊക്കെ ടെൻഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാം കൊണ്ടും എന്താണ് നമ്മള് നല്ല സിക്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെ. അവിടെ നമ്മൾ കണ്ടു ഫസ്റ്റ് പോയിന്റ് തുടങ്ങി നമ്മൾ കണ്ടായിരുന്നു ഡിജിറ്റലൈസേഷൻ അല്ലെ. ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. അത് ഡിജിറ്റലൈസ് ചെയ്തു പോവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നേട്ടമുണ്ട്. അതായത് നമ്മള് കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്ത് അല്ലെ എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള രീതികളിൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ അതിന്റെ പേരുകൾ നോമെൻക്ലേച്ചർ അല്ലെ നാമകരണ പ്രക്രിയകളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങൾ എല്ലാവർക്കും വ്യക്തമാകും. ബാർകോഡ് എക്യുപ്മെന്റ്സിനൊക്കെ ആണെങ്കിൽ ബാർകോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അല്ലെ മാറിപ്പോകാനോ എന്താണെങ്കിലും ഏത് തരത്തിലുള്ള അസറ്റ് ആണെന്നും അതിന്റെ ആ രജിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ അല്ലെ അതിന്റെ ട്രാക്ക് ആൻഡ് കൺട്രോൾ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. എന്താണ് മോണിറ്ററിംഗ് ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ എന്താണ് പെർഫോമൻസ് മെട്രിക് അല്ലെ. അവിടെ എന്താണ് നമ്മള് പ്രത്യേകമായിട്ട് ചെയ്തു കൊടുക്കേണ്ട അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിഫറൻസോട് കൂടിയിട്ട് അതൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. മൊബൈൽ വിത്ത് ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ് ഡിജിറ്റലൈസേഷൻ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഇന്റഗ്രേറ്റ് യുവർ വർക്ക് ഓർഡർ ആൻഡ് ഫ്ലോർ പ്ലാൻസ്. നമുക്കറിയാം എല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അപ്ഡേഷൻ നടത്തുമ്പോൾ ടെക്നീഷ്യന്മാരൊക്കെ എല്ലാം അപ്ഡേഷൻ നടത്തിയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താ പ്രത്യേകത, എവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമുക്കറിയാം ആ ഒരു ഡിജിറ്റലൈന്റെ ഫോർമാറ്റിൽ വരുമ്പോഴേ അല്ലെ എവിടെ ഡിജിറ്റലൈസേഷൻ ആയതുകൊണ്ട് മാനേജർക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റും, ടെക്നീഷ്യന്മാർക്കും അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും.
അതേമാതിരി തന്നെ യാതൊരു തരത്തിലുള്ള ബ്രേക്ക് ഇല്ലാതെ തന്നെ അല്ലെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും. റെസ്പോണ്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലെ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ എല്ലാവർക്കും റെസ്പോണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇതുകൊണ്ട് നമ്മളെ ഫണ്ടും ബഡ്ജറ്റും അനുസരിച്ചിട്ട് ഇത് പോയില്ല എന്നുള്ളതിനനുസരിച്ചിട്ട് തന്നെ ടെക്നീഷ്യന്മാർക്ക് അല്ലെങ്കിൽ ആ വർക്ക് ഓർഡർ എടുത്തിരിക്കുന്നവർക്കൊക്കെ അത് പ്രതികരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അതെല്ലാം തന്നെ ഒന്നിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന തടസ്സങ്ങളില്ലാതെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന് അവരുടെ കൈകാര്യം അല്ലെ ഡ്യൂട്ടികളെല്ലാം പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? യാണോ? എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് സ്റ്റാഫ്. ഓക്കെ, നമുക്ക് ഈ സ്റ്റാഫുകളുടെ കാര്യമാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകളുടെ കാര്യം. Composition and size of your maintenance team will naturally depend on the size and complexity of your facility and physical aspect. Okay, നമുക്കറിയാം നമ്മളെ വലിയൊരു ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ മെയിൻ്റെനൻസ് ടീം വലിയൊരു ടീം തന്നെയായിരിക്കും. ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുടെ ആവശ്യമില്ല അല്ലെ. അപ്പൊ ആ ഒരു സൈസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കീർണത അനുസരിച്ചിട്ട് അവരുടെ വർക്കും കാര്യങ്ങളുടെയൊക്കെ സങ്കീർണത അനുസരിച്ചിട്ടാണ് അവിടുത്തെ സ്റ്റാഫുകളുടെ ഫെസിലിറ്റീസുകൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഇൻ ജനറൽ ദ ഫോളോയിങ് പൊസിഷൻസ് ആർ ലൈക്ലി ടു ബി ഹയർഡ്. തീർച്ചയായിട്ടും നമുക്കറിയാം മെയിൻ്റെനൻസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാഫുകളുടെ കാര്യത്തിൽ പ്രധാനമായിട്ട് വരുന്നത് ഫെസിലിറ്റീസ് മാനേജർ ആണ്. ഫസ്റ്റ് വൺ ഫെസിലിറ്റീസ് മാനേജറിനെ കുറിച്ച് നോക്കാം. ദ ഫെസിലിറ്റി മാനേജർ ലീഡ്സ് ദ maintenance team and is responsible for maintenance planning and execution on strategic level. അല്ലെ, അപ്പൊ അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം തന്ത്രപരമായ രീതിയിൽ പ്ലാൻ ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നത് ഈ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം അത് പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തത് തന്ത്രപരമായ രീതിയിലൊക്കെ നടപ്പാക്കുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഫെസിലിറ്റി മാനേജറാണ്. അപ്പൊ ഫെസിലിറ്റി മാനേജർ ലീഡ്സ് ദ മെയിൻ്റെനൻസ് ടീം ആൻഡ് ഈസ് റെസ്പോൺസിബിൾ അല്ലെ. ടീമിനെ ലീഡ് ചെയ്യുന്നത് ആരാണ്? ഫെസിലിറ്റി മാനേജർ ആണ്. അതോടൊപ്പം തന്നെ ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റെനൻസ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓൺ സ്ട്രാറ്റജിക് ലെവൽ. തന്ത്രപരമായ രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പാക്കി കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആര് ചെയ്യുന്നത്? ഫെസിലിറ്റി മാനേജർ ചെയ്യുന്നത്. അപ്പൊ ഫെസിലിറ്റി മാനേജറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് മെയിൻ്റെനൻസ് ടീമിനെ ലീഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തന്ത്രപരമായ രീതിയിൽ ഈ മെയിൻ്റെനൻസ് കാര്യങ്ങളെ പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത്. You may not see them moving around the premises like other maintenance workers, but their work ensures that everything maintenance related runs smoothly. ഓക്കെ, ഇദ്ദേഹം എന്താണ് നമുക്കറിയാം കൂടി തന്നെ ഒരു മാനേജറിന്റെ പൊസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ എവരിത്തിങ് അല്ലെ എല്ലാ കാര്യങ്ങളും തന്നെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് കൂടി നടന്ന് അല്ലെ അത് കൈകാര്യം ചെയ്തതെല്ലാം നടപ്പായിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു വ്യക്തിത്വമാണ് ആർക്കുള്ളത്? ഫെസിലിറ്റി മാനേജറാണ്. അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് മെയിൻ്റെനൻസ് ടീമിന്റെ ലീഡർ എന്ന് വിശേഷിപ്പിക്കാം. ഒപ്പം തന്നെ അല്ലെ ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതും അദ്ദേഹമാണെന്ന് വിശേഷിപ്പിക്കും. മെയിൻ്റെനൻസ് സൂപ്പർവൈസർ, അടുത്തൊരു സ്റ്റാഫിന്റെ പേരാണ് മെയിൻ്റെനൻസ് സൂപ്പർവൈസർ. The maintenance supervisor works like a go between the facilities manager and other members of the team. നമുക്ക് നോക്കാം. മെയിൻ്റെനൻസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് മറ്റൊരു ഫെസിലിറ്റി മാനേജറിനെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിത്വമാണ്. They work directly with the team on interpreting policies, handling down instructions, passing information across, and generally assigning and coordinating daily work tasks. Okay, ദൈനംദിന പ്രവർത്തനം അല്ലെ മൊത്തത്തിലുള്ള ഒരു അവലോകനം അല്ല അവിടെ നടക്കുന്നത്. മൊത്തത്തിലുള്ള ഒരു ലീഡർഷിപ്പ് അല്ല അവിടെ നടപ്പാക്കുന്നത്. ഇവിടെ എന്താണ് നമ്മുടെ ഡെയിലി അല്ലെ ഓരോ ദിവസത്തെയും
ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് അല്ലെ അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ നേടേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് അല്ല ആർക്കെങ്കിലൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അതോടൊപ്പം തന്നെ നിയമങ്ങൾ അല്ലെ അവർക്ക് മെയിൻ്റെനൻസ് ടീമിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്ത് അത് നടപ്പാക്കി കൊടുക്കുക എന്നതൊക്കെ ആരാണ് നമ്മുടെ അല്ലെ സൂപ്പർവൈസറിന്റെ ഉത്തരവാദിത്തമാണ്. സോ അപ്പൊ ഡെയിലി ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? മെയിൻ്റെനൻസ് സൂപ്പർവൈസർ ആണ്. നമുക്കറിയാം ഏതെങ്കിലും ഒരു ടീമിനോട് ഇന്ന് ചെയ്യുക അല്ലെ ഇന്ന് ചെയ്ത് തിരക്കേണ്ട ഡ്യൂട്ടിയാണ് ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് അല്ലെ നമുക്കറിയാം വർക്ക് ചെയ്യുന്നവരിൽ നിന്നും ഇൻഫോർമേഷൻസ് എന്തെങ്കിലുമൊക്കെ വിവരങ്ങളെല്ലാം അറിഞ്ഞ് മറ്റുള്ള മാനേജ്മെന്റിനെ ബുദ്ധിവാക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ ടീമിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫെസിലിറ്റി മാനേജറിനെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അവരെ അറിയിക്കുന്നത് ആരാണ്? നമ്മുടെ സൂപ്പർവൈസർ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് നല്ല നല്ല നിയമങ്ങൾ അല്ലെ നയങ്ങൾ ഇന്ന സമയത്ത് ഡ്യൂട്ടിക്ക് കയറണം ഇന്നതാണ് ഡ്യൂട്ടികൾ ഈ രീതിയിലാണ് അതൊക്കെ ചെയ്യേണ്ടത് ആ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെയുള്ള അവരുടെ അണ്ടറിലുള്ള വർക്കേഴ്സുകളുടെ വർക്കൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് ആരാണ്? സൂപ്പർവൈസർ ആണ്. ണോ? അപ്പോ അദ്ദേഹത്തിന്റെ അടുത്തൊരു സെന്റൻസ് നോക്കാം. They regularly update the facility manager and strive to ensure that the instructions are fully and completely implemented. Okay, അപ്പൊ നമ്മള് മാനേജറിന് ഫെസിലിറ്റി മാനേജറിന് അല്ലെ ഡെയിലി അപ്ഡേഷൻസ് അറിയിക്കണം. ഓക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഡെയിലി ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ മാനേജറിന് ഫെസിലിറ്റി മാനേജറിന് അറിയിക്കണം. അതോടൊപ്പം തന്നെ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? Strive to ensure that the instructions are fully and completely implemented. അല്ലെ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെ പൂർണ്ണമായിട്ടും അതല്ലെങ്കിൽ നടപ്പിലാക്കുന്നുണ്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാര് തന്നെയാണ് നമ്മുടെ സൂപ്പർവൈസറാണ്. And strive to ensure that the instructions are fully and completely implemented. അല്ലെ അവര് പറയുന്ന ഇപ്പൊ ഇദ്ദേഹം സൂപ്പർവൈസർ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അതൊക്കെ അവര് അല്ലെ അവരെ കീഴുദ്യോഗസ്ഥരൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് അവര് ഇവാലുവേറ്റ് ചെയ്യണം. ഇൻ കേസ് അത് നടപ്പാക്കിയില്ലെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നടപ്പാക്കണം എന്ന് നിർദ്ദേശിക്കേണ്ടതുമാര് തന്നെയാണ് നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആണ്. സോ മനസ്സിലാക്കി വയ്ക്കുക. ദ റെഗുലർലി അപ്ഡേറ്റ് ദ ഫെസിലിറ്റി മാനേജർ. റെഗുലർ ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ മാനേജറിന് അറിയിക്കുന്നത് ആരാണ്? നമ്മുടെ സൂപ്പർവൈസർ ആണ്. അതോടൊപ്പം തന്നെ ensure that the instructions are fully and completely implemented. Okay, ഇപ്പൊ രണ്ട് തരത്തിലുള്ള സ്റ്റാഫിനെ നമ്മൾ കണ്ടു. ഒന്ന് ഫെസിലിറ്റി മാനേജർ, സെക്കൻഡ് വൺ മെയിൻ്റെനൻസ് സൂപ്പർവൈസർ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഇദ്ദേഹം ലീഡർ ആണ്. അതോടൊപ്പം തന്നെ പ്ലാനും എക്സിക്യൂഷനും അല്ലെ അവിടെ സ്ട്രാറ്റജിക് ലെവലിലൊക്കെ നടപ്പാക്കി കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ്. എങ്കിൽ മെയിൻ്റെനൻസ് സൂപ്പർവൈസർ റെഗുലർ ആയിട്ടുള്ള അപ്ഡേഷൻസ് ഫെസിലിറ്റി മാനേജറിനെ എത്തിക്കുന്നു. അതേപോലെ തന്നെ ഡെയിലി വർക്ക് ടാസ്കുകളൊക്കെ കോർഡിനേറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നു. നിയമങ്ങളെല്ലാം ഫുള്ളി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നടപ്പാക്കി കൊണ്ടുപോകേണ്ടത് സൂപ്പർവൈസർ ആണ്. ഇനി അടുത്തൊരു കൂട്ടർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻസ് ആണ്. എന്താണ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻസ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഹോസ്പിറ്റലിൽ കുറെ മെയിൻ്റെനൻസ് കാര്യങ്ങളിൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് എക്യുപ്മെന്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആ ഒരു മെഷീൻ കാര്യങ്ങളൊക്കെ അല്ലെ അത് കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യന്മാരാണ്. നമുക്ക് മെയിൻ്റെനൻസ് ടെക്നീഷ്യൻസ് ആർ സ്കിൽഡ് blue collar workers with the hands-on training required to work directly on machine repair and servicing. നമുക്കറിയാം എന്താണ് മെഷീന്റെ റിപ്പയർമെന്റും സർവീസുകളും കൈകാര്യം ചെയ്യുന്നത് ഡയറക്ട്ലി കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. അത്തരത്തിലുള്ള ബ്ലൂ കോളർ വർക്കേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അവര് ഈ എന്താണ് എക്യുപ്മെന്റ്സിന്റെയും മെഷീൻസിന്റെ ഒക്കെ റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. അവരെ ബ്ലൂ കോളർ വർക്കേഴ്സ് അല്ലെ. അത്തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ സ്കിൽഡ് ബ്ലൂ കോളർ വർക്കേഴ്സ് എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നു. There are many different types of maintenance technicians, but for a hospital, you will most likely need electricians, plumbers, HVAC technicians, and medical equipment technicians. Okay, mostly നമുക്കറിയാം വിവിധ തരത്തിലുള്ള ടെക്നീഷ്യന്മാരുണ്ട്. പക്ഷെ
ഹോസ്പിറ്റലില് അല്ലെ മസ്റ്റായിട്ട് നമ്മൾക്ക് അറിയാവുന്ന പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രീഷ്യൻസ് അല്ലെ. അവിടെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രീഷ്യന്റെ ആവശ്യമുണ്ട്. അവരുടെ ടെക്നീഷ്യന്മാരുടെ സേവനം ആവശ്യമുണ്ട്. പ്ലംബേഴ്സ് അറിയാം അല്ലെ, നമ്മുടെ ജലവിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്ലംബിംഗ് സെറ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലംബേഴ്സിന് ആവശ്യമുണ്ട്. HVAC എന്താണ് HVAC എന്ന് പറയുന്നത്? പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഒരു അബ്രിവേഷൻ ആണത്. എന്താണ് എക്സ്പാൻഡഡ് ഫോം? ആർക്കെങ്കിലും അറിയോ? HVAC heat, ventilation, ആരെങ്കിലൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഒന്ന് വെച്ച് വായിച്ചു നോക്കാതെ അടച്ചു വെക്കാനാ? എയർ കണ്ടീഷൻ. ഓക്കെ, നോക്കുന്നവരുണ്ട്. ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻ. അപ്പൊ എന്താണ് HVAC അല്ലെ? അത്തരത്തിലുള്ള ഹീറ്റിംഗ് കാര്യങ്ങളാണെങ്കിൽ വെന്റിലേഷൻ സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയർ കണ്ടീഷൻ കാര്യങ്ങൾ അതിന്റെ റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നീഷ്യന്മാരെയും ആവശ്യമാണ് അല്ലെ. അതേമാതിരി തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യന്മാരുമാണ് മോസ്റ്റ്ലി നമുക്ക് അറിയാവുന്ന ഹോസ്പിറ്റലിലെ ടെക്നീഷ്യന്മാർ. ആരൊക്കെയാണെന്നുള്ള രീതിയിൽ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, HVAC ടെക്നീഷ്യൻസ് ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻസ്. HVAC എന്നുള്ളത് മസ്റ്റായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. Whether you are a hospital administrator or a facility manager looking to recruit the new technical members for your maintenance team, or you are a skilled worker thinking of switching over to the medical equipment maintenance field, several organizations are now offering a number of recognized and authorized certifications. Okay. അതായത് നമുക്കറിയാം മോസ്റ്റ്ലി നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഫെസിലിറ്റി മാനേജർ എപ്പോഴും റിക്രൂട്ട്മെന്റ് നടത്തും അല്ലെ. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് അപേക്ഷകൾ വരുമ്പോൾ ഏറ്റവും നല്ലതിനെയാണ് ചൂസ് ചെയ്യുക അല്ലെ. റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. എന്താണ് ഒരുപാട് അപേക്ഷകൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്നത് അല്ലെ. ഒരു അപേക്ഷ, ഒരു വേക്കൻസി ഉണ്ടാവുമ്പോൾ ഒരുപാട് അപേക്ഷ കിട്ടുന്നതായിരിക്കില്ലേ നല്ലത് അല്ലേ? അല്ലെ, ഒരുപാട് അപേക്ഷ കിട്ടുന്നതായിരിക്കില്ലേ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നല്ലത്? രണ്ട് വേക്കൻസി ഉള്ളപ്പോൾ അതെ അല്ലെ. കാരണം എന്തുകൊണ്ടാവും അതിൽ നിന്ന് ഏറ്റവും നല്ല പേഴ്സണെ സെലക്ട് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ ഫെസിലിറ്റി മാനേജർ അല്ലെ അത് അതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കും. എന്താണ് റിക്രൂട്ട്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് നടപടി നടത്താനൊക്കെ അവർ ആലോചിക്കും. അതിനെ കുറിച്ചിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഫെസിലിറ്റി മാനേജർ ആയിരിക്കും. അദ്ദേഹം അല്ലെ നല്ല റിക്രൂട്ട്മെന്റ് നടത്തി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടെക്നീഷ്യന്മാരെ കണ്ടെത്തും. Then, or you are a skilled worker thinking of switching over to the medical equipment maintenance field. Several organizations ഒക്കെ നമുക്കറിയാം അവർ ഏറ്റവും നല്ല അല്ലെ മെഡിക്കൽ എക്യുപ്മെന്റ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും അത് ചിന്തിക്കുന്നത്. Then several organizations are now offering a number of recognized and authorized certifications like okay. മിക്ക ചില ഓർഗനൈസേഷൻസുകളൊക്കെ നല്ല റെക്കഗ്നൈസ്ഡ് അംഗീകാരമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ളവരെയൊക്കെ തന്നെയായിരിക്കും ഫെസിലിറ്റി മാനേജറൊക്കെ പരിഗണിക്കുന്നത്. ഇങ്ങനെയുള്ള ടെക്നീഷ്യന്മാരെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റിയെ കുറിച്ചിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അബ്രിവേഷനൊക്കെ ഒന്ന് നോക്കി പോവാ. ബൈഹാർട്ടായിട്ടൊന്നും എന്താ പറയാ ജസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ടെക്നീഷ്യന്മാരെ അല്ലെ ഇത്രയും നല്ല യോഗ്യരായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആവശ്യമുള്ളതാണ് അവിടെ ജസ്റ്റ് പറയുന്നത്. സർട്ടിഫൈഡ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻ CBET ഏരിയ അതായത് ഗ്ലോബലി ആയിട്ടുള്ള ഒരു ഫേം അല്ലെ അവരുടെ സർട്ടിഫിക്കേഷൻ ആണ്. അതായത് നമുക്കറിയാം രാജ്യാന്തര നിലവാരമുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് CBET സർട്ടിഫൈഡ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം.
അതേപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത് ബയോമെഡിക്കൽ ഇലക്ട്രിക് ടെക്നീഷ്യൻ, ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ അല്ലെ, ബയോമെഡിക്കൽ ഇലക്ട്രോണിക് ടെക്നീഷ്യൻ എന്താണ് BMET ആണത്, BMD എന്നല്ല BMET, YPTA ഇന്റർനാഷണൽ. അതായത് അതും ഇതേമാതിരി തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള അതായത് ലെവലുള്ള അല്ലെ നമ്മുടെ രാജ്യാന്തര ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് ആണ്, ETA ആണ് അത് സ്പോൺസർ ചെയ്യുന്നത്. രാജ്യാന്തര നിലവാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. മാസ്റ്റർ സർട്ടിഫൈഡ് ഇലക്ട്രോണിക് ടെക്നീഷ്യൻ CTMA. അതൊക്കെ എന്താണ് ആ സർട്ടിഫിക്കറ്റുകൾ ഏതാണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഈ തന്നിരിക്കുന്ന ഒരു ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് മാസ്റ്റർ സർട്ടിഫൈഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ, അതാണ് CTMA. പിന്നെ എന്താണ് ഓൾസോ ബൈ ETA ഇന്റർനാഷണൽ, രാജ്യാന്തര നിലവാരമുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഇപ്പൊ 3 സർട്ടിഫിക്കറ്റുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഫെസിലിറ്റി മാനേജർ ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരെയാണ് സെലക്ട് ചെയ്ത് റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ ചെയ്ത് ഒരുപാട് അപേക്ഷകളിൽ നിന്നാണ് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ടെക്നീഷ്യന്മാരെ ഹോസ്പിറ്റലിലെ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നത്, സെലക്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്റ്റാഫിന്റെ പേരാണ് ഇതാണ് ജെനിറ്റോറിയൽ സ്റ്റാഫ് അല്ലെ. ജെനിറ്റോറിയൽ സ്റ്റാഫ് എന്ന് പറയുന്നത് കാവൽക്കാര്, നമുക്കറിയാം ഹോസ്പിറ്റലിലെ കാവൽക്കാരുകളെ കുറിച്ചിട്ടാണ് ഇവിടെ ജെനിറ്റോറിയൽ സ്റ്റാഫിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ അതിലും എന്തൊക്കെയാണ് പറയുന്നത് ജസ്റ്റ് നോക്കാം. Janitorial staff generally refers to a group of maintenance workers that are responsible for completing a variety of cleaning tasks. Okay. അതായത് ഇവരെ ഗ്രൂപ്പ് ഓഫ് മെയിൻ്റെനൻസ് വർക്കേഴ്സ് തന്നെയായിട്ടാണ് നമ്മൾ ഇവരെ കൺസിഡർ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് നമുക്കറിയാം ക്ലീനിങ് ടാസ്കുകളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ജെനിറ്റോറിയൽ സ്റ്റാഫുകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ക്ലീനിങ് ടാസ്ക് തന്നെയാണ്. The scope of their duties and their level of skill and training will be defined. Depending on the facilities to be cleaned. Okay, നമുക്കറിയാം ഇപ്പോ അതിന്റെ സ്കില്ലുകളും അല്ലെ, നമുക്ക് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ആയതുകൊണ്ട് അതും കൈകാര്യം ചെയ്യുന്നതിന് അത്യാവശ്യം സ്കില്ലൊക്കെ വേണം അല്ലെ. വെറുതെ പഴയ കാലഘട്ടത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സംസ്കാര രീതി ഒന്നല്ല, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതി അനുസരിച്ചിട്ടുള്ള സ്കിൽ നോളജ് ഒക്കെ അവർക്ക് ഈ ഒരു ഫെസിലിറ്റി സൗകര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ജെനിറ്റോറിയൽ സ്റ്റാഫിന്റെ മെഡിക്കൽ ഫെസിലിറ്റി may need a different skill sets compared to those working in a casual office space or a public park. നമുക്കറിയാം മറ്റു കാഷ്വൽ ആയിട്ടുള്ള ഓഫീസുകളിലൊക്കെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവർക്ക്, അതായത് ഒരു സ്കില്ല് വേണം. നമുക്കറിയാം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ക്ലീനിങ് സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് അല്ലെ. മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ക്ലീൻ ചെയ്താലും അത്രയും വലിയ സ്കില്ല് വേണമെന്നില്ല. അതേസമയം ഇവിടെ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനായിട്ട് അല്ലെ, ഡിസീസസ് ഒക്കെ മറ്റുള്ളവർക്കൊക്കെ പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിയോട് കൂടിയിട്ട് ക്ലീൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഇല്ലേ. പ്രത്യേകമായിട്ട് ആവശ്യമുണ്ടാവില്ലേ അല്ലേ. മറ്റ് സ്ഥാപനങ്ങളെ പോലെയാണോ ഹോസ്പിറ്റലിലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതല്ലേ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് ക്വാളിഫിക്കേഷൻ ഒക്കെ വേണം എന്നുള്ളതാണ്, സ്കില്ലൊക്കെ വേണം. Nevertheless, their duties include sweeping, mopping, and vacuuming of a floor. They are also be involved in keeping the outdoor grounds clean, removing snow and debris, trimming bushes, etc. Okay. അതായത് നമ്മൾ മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മൊത്തത്തില് ക്ലീനിങ് കാര്യങ്ങൾ വരുമ്പോൾ അല്ലെ, അവിടെ തീർച്ചയായിട്ടും അടിക്കല് തുടക്കല് അല്ലെ, നമ്മൾ വൃത്തിയാക്കല് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം അതിൽ പെടുന്നതാണ്. അതോടൊപ്പം തന്നെ പെടുന്ന ഔട്ട്ഡോർ ഗ്രൗണ്ട് ക്ലീനിങ്ങും കൂടി ഉണ്ട് അല്ലെ. നമ്മൾ എന്തെങ്കിലും മഞ്ഞുകെട്ടകളും അല്ലെങ്കിൽ കഷ്ണങ്ങൾ വേസ്റ്റുകളൊക്കെ വന്ന് കിടക്കുന്നതൊക്കെ നമ്മൾ പുറത്തൊക്കെ വൃത്തിയാക്കി ഇടേണ്ടതാണ്. ബുഷുകളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഒരു ചെറിയൊരു അല്ലെ, ഒരു ചെറിയൊരു എല്ലാ പേഷ്യൻസിനും എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടത്തക്കതിലുള്ള ഒരു ഫ്രണ്ട് അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ഏതൊരു ഹോസ്പിറ്റലിൽ അല്ലെ. അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് മോളിപ്പിക്കുന്നുണ്ടാവും. സോ അതനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അതും കൈകാര്യം ചെയ്യേണ്ട കഴിവുകളൊക്കെ അവർക്ക് വേണ്ടതാണ്.
Then the duties are normally assigned daily or weekly by a supervisor. Okay. നമുക്കറിയാം ഇവരുടെ ഡ്യൂട്ടീസുകൾ എന്ന് പറയുന്നത് ഡെയിലി വർക്കേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവര് അല്ലെ, കൂലി ചെയ്യുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ വീക്കിലി പേയ്മെന്റുകൾ നേടുന്നവരായിരിക്കാം. സൂപ്പർവൈസേഴ്സിന്റെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. കോർഡിനേറ്റേഴ്സ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കാം അല്ലെ. ഇവിടെ ഞാൻ പറഞ്ഞ പ്രശ്നപ്പെട്ടതായിട്ട് പറയാൻ കാരണം നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ന്യൂറോ, നെഫ്രോ, കാർഡിയോളജി, അങ്ങനെ ഓരോ വിഭാഗങ്ങൾ ഉണ്ടാവും. ആ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഈ നീറ്റ് ആൻഡ് ഡെയിലി വളരെ ക്ലീൻ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതേമാതിരി ജെനിറ്റേറിയ സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട് അല്ലെ, ഉണ്ടാവില്ലേ? ഒരുപാട് വർക്കേഴ്സുകൾ അവിടെ ആവശ്യമുണ്ടാവും അല്ലെ. മറ്റ് സ്ഥാപനങ്ങളെ പോലെയുള്ള ഹോസ്പിറ്റലിലെ ക്ലീനിങ് സെഷനിൽ ധാരാളം വ്യക്തികൾ അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. നമുക്കറിയാം പ്രത്യേകിച്ച് അല്ലെ അവിടെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ, സ്റ്റെറിലൈസേഷൻ ഒക്കെ നിമിത്തമാകുന്ന ഏരിയകളൊക്കെ ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അത്തരം ഏരിയകളൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടതുകൊണ്ട് അല്ലെ, അത് അണുവിമുക്തമായിരിക്കേണ്ടത് കൊണ്ട് തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. സോ അവിടെ ധാരാളം വർക്കേഴ്സുകൾ ഉണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെ, ഏകോപിപ്പിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ ചുമതലയുള്ളവരുണ്ടാവും. Then although they will usually have an entry level or a basic education before employing junior staff. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ അവർക്ക് ആവശ്യമാണ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു കൺഫേം ദാറ്റ് they have a comprehensive experience handling facilities similar to yours. Okay, നമുക്കറിയാം ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഫെസിലിറ്റി സൗകര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ അവിടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളില് ഫെസിലിറ്റീസ് അനുവദിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ക്ലീനേഴ്സ് ആൻഡ് ഗ്രാൻഡേഴ്സ് ബിലോങ്ങിങ് ഇൻ ദിസ് ഗ്രൂപ്പ്. നമുക്കറിയാം ശുചീകരണ തൊഴിലാളികളും തോട്ടം തൊഴിലാളികളൊക്കെ ഇതിൽ പെടുന്നവരാണ് അല്ലെ. പ്രധാനമായിട്ടും ഹോസ്പിറ്റലിനുള്ളിൽ ക്ലീൻ ചെയ്യുന്നവരെ മാത്രം നമ്മുടെ ജെനിറ്റേറിയ സ്റ്റാഫ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. തോട്ടം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഔട്ടേഴ്സ് അല്ലെ, അത് കൈകാര്യം ചെയ്യുന്നവരെ നമുക്ക് ജെനിറ്റേറിയ സ്റ്റാഫിന്റെ കീഴിൽ തന്നെ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത്. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ നോക്കാം. ഇതിന്റെ ഈ ഒരു അല്ല മൊത്തത്തില് ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പേരുകൾ, ആ സർട്ടിഫൈഡ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻസ്, അത് ബൈ AMI എന്ന് പറയുന്നത് ഇന്റർനാഷണലി അത് ലഭ്യമാകുന്നതാണ്. അതിന്റെ ഫുൾ ഫോം എന്നുള്ളതിൽ ഒന്നും പ്രാധാന്യമായിട്ട് പഠിക്കാനുള്ളതൊന്നല്ല. സോ ഇതെല്ലാം നിങ്ങൾ ബൈഹാർട്ടിൽ പഠിക്കുക എന്ന് പറയുന്നത് മോസ്റ്റ്ലി ബുദ്ധിമുട്ടാണ്. അതിൽ ജസ്റ്റ് പറയുന്നത് ഗ്ലോബൽ ഓർഗനൈസേഷൻ അസോസിയേഷൻ ആണെന്നുള്ളതാണ് ജസ്റ്റ് അതിന് മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്
പറയാത്തത്. പിന്നെ ബയോമെഡിക്കൽ ഇലക്ട്രോണിക് ടെക്നീഷ്യൻ അല്ലെ, ഇവിടെ BMT എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബൈഹാർട്ടായിട്ട് അത് മസ്റ്റായിട്ട് മനസ്സിലാക്കണമെന്നില്ല. സർട്ടിഫൈഡ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻസ് ഒക്കെയാണ് CBET. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കാം. ഈ BMD എന്നുള്ളതും ഒരു ബയോമെഡിക്കൽ ഇലക്ട്രോണിക് ടെക്നീഷ്യൻസ് അല്ലെ, അത് കൃത്യതയുള്ള ഒരു ഇതല്ല. അതുകൊണ്ട് ജസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് BMET ആണ്. ഓക്കെ, BMET ആണ് ബയോമെഡിക്കൽ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻസ്. സോ ആ ഒരു ഡൗട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻസ് എന്താണോ, അതായത് ഇത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ. അതായത് നമ്മള് മെയിൻ ആയിട്ടുള്ള അല്ലെ, അവിടെ ആ ഒരു എന്താണ്, നമ്മൾ ആരാണ് ഇത് തെരഞ്ഞെടുക്കാൻ സാധ്യത വരുന്നത്? ഫെസിലിറ്റി മാനേജർ. ഫെസിലിറ്റി മാനേജർ തീർച്ചയായിട്ടും എന്താണ് റിക്രൂട്ട്മെന്റ് നടപടികൾ നല്ല പദ്ധതിയോടുകൂടി നിർവഹിക്കുകയും സെലക്ട് ചെയ്യുമ്പോൾ യോഗ്യരായ വ്യക്തികളെയാണ് സെലക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. സർട്ടിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, പിന്നെ എന്താണ് വയറിംഗ്. മൊബൈൽ വിത്ത് ക്ലൗഡ് ബേസ്ഡ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ആപ്ലിക്കേഷൻസ് ആണോ നമുക്ക് ചോദിച്ചത്? ഒരു കൂടി പറയാനായിട്ട്. ആണോ അതിന്റെ അഡ്വാൻറ്റേജ്? Other advantages of a mobile work order system includes, അല്ലെ, അതായത് കളക്ട് വർക്ക് റിലേറ്റഡ് ഡാറ്റ ഇലക്ട്രിക്കലി ഇൻ ദ ഫീൽഡ്. വർക്ക് റിലേറ്റഡ് ഡാറ്റ ഇലക്ട്രിക്കലി ഇൻ ദ ഫീൽഡ് അല്ലെ, അതായത് ഇലക്ട്രോണിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ എന്താണ്, നമുക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും ലിങ്കിലൂടെ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കി എടുക്കാനായിട്ട്, അറിയാനായിട്ട്, ശേഖരിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ അതേമാതിരി തന്നെ എലിമിനേഷൻ അല്ലെ, അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമുക്കറിയാം എലിമിനേറ്റിംഗ് എറേഴ്സ് ഫ്രം റീഡിംഗ് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഓൺ പേപ്പർ വർക്ക് ഓർഡേഴ്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോഴൊക്കെ ചില ഓർഡറുകളൊക്കെ അല്ലെ, നമ്മൾ പേപ്പർ വർക്ക് ഓർഡറുകളൊക്കെ ആയിരിക്കും സ്വീകരിക്കുന്നത്. സോ അതൊക്കെ ക്ലിയർ ആണോ, അതിനൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാവും അല്ലെ. നമ്മളിപ്പോ എന്താണ് മൊബൈൽ CMMS വഴിയാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ടുകളിലൊക്കെ എന്തെങ്കിലും മറവൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് അല്ലെ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എലിമിനേറ്റ് ചെയ്തതിനു ശേഷമാണ് അതിലേക്ക് ഇൻക്ലൂഡ് ആക്കുന്നത്. Then we gather accurate data readings by restricting the type of input and the range of values for each question or include your pick list of response. Okay, അതായത് നമുക്കറിയാം ഓരോ അല്ലെ ഒരു കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ. എന്തുകൊണ്ട് നമ്മൾ നേരത്തെ കുട്ടി ഞാൻ പറഞ്ഞു ഇന്ന ഇയറിൽ ഇന്ന ടൈമിൽ ഇന്ന മന്തിൽ ഇന്നതൊക്കെ ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉണ്ടാവും. സോ അതിന് ഓരോ വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര എക്സ്പെൻസ് പേ ചെയ്ത് അല്ലെ, ഇതിനു വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആ മൂല്യം അനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ആൻസറുകളൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവര് തീർച്ചയായിട്ടും അല്ലെ അത് ലീഡ് ചെയ്യുന്നവരെ, അത് ഹാൻഡിൽ ചെയ്യുന്നവരുടെ തലപ്പത്തിരിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഓരോ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ മേലധികാരികളെല്ലാം തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. സോ കൃത്യമായിട്ട് തന്നെ അത് ഒരു കൺട്രോളിംഗ് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. Then receiving new work orders in the field without എന്താണ് റിട്ടേണിങ് ടു ദ ഓഫീസ്. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് ഓഫീസിൽ തിരിച്ചെടുക്കാതെ തന്നെ അല്ലെ ഫീൽഡില് പുതിയ പുതിയ വർക്കുകൾ നമുക്ക് ലഭ്യമാക്കിയെടുക്കാനായിട്ട്. നമുക്കറിയാം ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ വിത്തൗട്ട് എന്താണ് റിട്ടേണിങ് ടു ദ ഓഫീസ്, ഓഫീസിലേക്ക് തിരിച്ചെത്താതെ തന്നെ
എന്തെങ്കിലും ഒരു വർക്ക് ഓർഡേഴ്സുകളൊക്കെ പിടിച്ചെടുക്കാനായിട്ട്. അപ്പൊ മൊബൈലിന്റെ ഈ ഒരു എന്താണ് നമ്മുടെ ഇലക്ട്രിക് സഹായത്തോട് കൂടിയിട്ട് തന്നെ ഓഫീസിന്റെ എഴുതുകുത്ത് പണികളിലേക്കൊന്നും ഏർപ്പെടാതെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പൊ ആ ഒരു പ്രോപ്പർ ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നത് അധികം സമയം വേസ്റ്റ് ആക്കാതെ തന്നെ കൺട്രോളോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെയാണോ? CMMS ചെയ്യുന്നത് കൊണ്ടാണ് യൂസ് ഓഫ് അല്ലെ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് അല്ലെ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പറയുന്നുണ്ട് എബിലിറ്റി ടു മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് യുവർ മെയിൻ്റെനൻസ് പ്രോഗ്രാം മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നമുക്ക് റിലയബിലിറ്റി അതായത് യാഥാർത്ഥ്യമായിട്ടുള്ള മൂല്യത്തോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. അധികം തെറ്റുകുറ്റങ്ങളൊന്നും വരാതെ തന്നെ ഓവറോൾ എക്യുപ്മെന്റ് അല്ലെ അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ നല്ല വളരെ മൂല്യത്തോട് കൂടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ കാര്യക്ഷമമായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുണ്ട്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും? ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാണ്. നമുക്ക് ഒരു ചാപ്റ്റർ എടുക്കാനുള്ളത് 7th മൊഡ്യൂളിലാണ്. സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻസ് എന്ന് പറയുന്നതാണ് ഈ മാസ്റ്റർ ഉള്ളത് കൊണ്ടാണ് അവിടെ M കാറ്റഗറൈസ് ചെയ്ത് വരുന്നത്, MA വരുന്നത്. മാസ്റ്റർ സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഷോർട്ട് ഫോം ആണ് ഈ CET MA എന്ന് പറയുന്നത്. MA എന്ന് പറയുമ്പോൾ നമ്മൾ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇനി എന്തെങ്കിലും ചാപ്റ്റർ എന്താണ് മെയിൻ്റെനൻസ് ആണ്. അതായത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടാവാം, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു പിക്ചറാണ് അവിടെ നമുക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കറിയാം അത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്ത് പോയില്ല എങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് ആദ്യം അത് പരാമർശിച്ചത് അല്ലെ. വരെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളതാണ് അത് ആദ്യം പരാമർശിച്ചത്. അതേമാതിരി തന്നെ ബിൽഡിങ്ങുകളാണെങ്കിലും അത് അല്ലെ നല്ല രീതിയിൽ തന്നെ പേര് നാമകരണമൊന്നും കൊടുത്തില്ലെങ്കിൽ എക്യുപ്മെന്റിന് കൃത്യമായിട്ടുള്ള ബാർകോഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് അവിടെ എടുത്ത് പറയുന്നത്. സോ നല്ലൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിന്റെ ആ ഒരു സ്മൂത്ത് റണ്ണിങ്ങിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളില്ല. അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലുടനീളം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസുകളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാൻ പറഞ്ഞപ്പോ എന്തായാലും നോട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലേ? നോട്ട് ചെയ്ത് പോയിരുന്നോ? നമ്മള് 2-3 സ്റ്റാഫുകളുടെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഒരു വലിയൊരു ചാപ്റ്റർ ആണ്.
ചിലപ്പോൾ ഞാൻ തന്നെ എനിക്കില്ല കൈകാര്യം ചെയ്യുന്നത്, അതിനൊപ്പം മറ്റ് സ്റ്റാഫുമാരൊക്കെ ചെയ്യും. എന്നാലും അതിന് കൂടുതൽ എന്താ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്, കാരണം ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോ എന്താ പറയുക, പെരുമാറ്റ ശാസ്ത്രമാണ് അതിന് കൂടുതലും വരുന്നത്. ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് അതിന് വരുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു അല്ലെ നമ്മുടെ പെരുമാറ്റ ശാസ്ത്രം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ബിഹേവിയറായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് എന്താ പറയുക ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ഹ്യൂമൻ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഹ്യൂമൻ എഫേർട്ട് ധാരാളമുണ്ട് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് ആണ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ കൂടുതലും യൂട്ടിലൈസ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് അല്ലേ. മെഷീന്റെ ഹെൽപ്പ് ഉണ്ട്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹ്യൂമന്റെ എഫേർട്ട് അവിടെ ആവശ്യമാണ് അല്ലെ. മെഷീൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ കൺട്രോളിങ് പവർ ആരുടെ കയ്യിലാണ്? മെഷീന്റെ കൺട്രോളിങ്ങിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവരെ ഹ്യൂമൻ ബിഹേവിയറിന് അനുസരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അല്ലെ, നല്ല അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ഓരോ പേഴ്സൺസിനും കൈകാര്യം ചെയ്യണമെങ്കിലൊക്കെ അതിനെ കുറിച്ചിട്ട് കുറെ വ്യക്തമായിട്ടുള്ള ധാരണകൾ വേണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ബിഹേവിയർ അല്ലെ, പെരുമാറ്റം, ആ ഹ്യൂമന്റെ ഓരോ പെരുമാറ്റ ശാസ്ത്രം അനുസരിച്ചിട്ട് നമ്മൾ തരം തിരിച്ചിട്ട് വേണം അവർക്ക് ഇന്ന ഡ്യൂട്ടികളൊക്കെ കൊടുക്കാനായിട്ട്. നമുക്കറിയാം ഹോസ്പിറ്റലിലെ നഴ്സുമാരെ എന്താണ് മൊത്തത്തിലെ പദവിയിൽ പറയുന്നത്, പക്ഷെ അവിടെ എന്താണ് നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. ഐസിയുവിൽ നിൽക്കുന്ന നഴ്സുമാരുണ്ട്, എന്താണ് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അതേമാതിരി പേഷ്യന്റ് കൈകാര്യം ചെയ്യുന്ന നഴ്സുമാരുണ്ട്, മോർച്ചറിയിൽ നിൽക്കുന്ന നഴ്സുമാരുണ്ട്. പക്ഷെ അവരുടെ ബിഹേവിയർ അനുസരിച്ചിട്ടൊക്കെയാണ് അവരെ സെലക്ട് ചെയ്തവരെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. നാച്ചുറലി അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു സെയിം ക്വാളിഫിക്കേഷനോടൊപ്പം എന്തെങ്കിലും എക്സ്പീരിയൻസുകളായിരിക്കും അല്ലെ. അപ്പൊ ആ എക്സ്പീരിയൻസും ഒക്കെ വാല്യൂ ചെയ്തിട്ടാണ് അത് കൈകാര്യം ചെയ്ത് പോകുന്നത്. ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും നമുക്കൊന്ന് ചെയ്യാൻ മുന്നോട്ട് പോകാം. ഈ ചാപ്റ്റർ എന്തായാലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ അല്ലെ ഉറപ്പാക്കിയിട്ടിരിക്കുക. നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ് ചോദിച്ചു പോകാം. സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് ഒരുപാട് നിങ്ങൾ എന്താ പറയുക മസ്റ്റേഡ് കുറെ നോട്ട് ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചില്ല. എന്തൊക്കെയാണ് ടെക്നീഷ്യൻ, ഏതൊക്കെ തരത്തിലുള്ള ടെക്നീഷ്യന്മാരെ ആ സർട്ടിഫിക്കറ്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.